ഹായ് അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഒരു പൂ പോലത്തെ അടിപൊളി ദോശയാണ് കേട്ടോ. പൂ പോലത്തെ ദോശയാണ്. നല്ല മാവ് അരച്ച് ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ്. 8 മണിക്കൂർ അരച്ച് വെച്ചിട്ടാണ്. അരിയും ഉഴുന്നും കുറച്ച് ചോറും കേട്ടോ. അങ്ങനെ ഇന്നലെ അരച്ച് വെച്ച് കുറച്ച് തരി വേണേ. ആ തരി രൂപത്തിലാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തേക്ക് ആക്കാം. ഓരോന്നും ഇത്തിരി എണ്ണ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല പൂ പോലത്തെ ഇതാണ് ഇഡ്ഡലി ആയിരിക്കും. എനിക്ക് കേട്ടിട്ടുള്ളൂ. ഇത് സോഫ്റ്റ്, നല്ല അടിപൊളി സോഫ്റ്റ് രൂപത്തിലാണ് ആവുന്നത് കേട്ടോ. നമുക്ക് ഒരു ട്രിപ്പിൽ 13 ഇഡ്ഡലി ആവുന്നുണ്ട് കേട്ടോ. ഒക്കെ നല്ല വലുപ്പത്തിലുള്ള പാത്രം തന്നെയാണിത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ അത് കറക്കി കൊടുക്കുക. 1 2 3 ഇറക്കട്ടോ. അങ്ങനെ അടിച്ച് വെച്ചിട്ട് ഗ്യാസുമ്മേലാണ് വെക്കുന്നത്. എന്നും അടുപ്പത്താണ് വെക്കൽ. ഇപ്പോൾ വിറകൊന്നും ഉണങ്ങിയിട്ടില്ല. കണ്ടില്ല ഗൈസ്? വിറക് ഉണങ്ങാതിരിക്കുകയാണെങ്കിൽ മഴ ആയ കാരണം അപ്പം ഗ്യാസുമ്മ തന്നെ വെക്കുക വിചാരിച്ചു. അങ്ങനെ നമ്മളെ ഇഡ്ഡലി ആയിട്ടോ. ഇഡ്ഡലി വാവ്, നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ടുണ്ട്. പ്രാക്ടീസ് ആയതുകൊണ്ടാണ് നമുക്ക് പോക തട്ടുന്നൊരു പ്രശ്നമില്ലാത്തത്. നല്ല ചൂടുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊക്കെ പാത്രത്തേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. അതിൽ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. എൻ്റെ കുഞ്ഞിക്കുട്ടി പറഞ്ഞ കേട്ടില്ലേ? പറയൂ മോനെ. പിന്നെ ഒന്നും ചെയ്യണ്ട. ലൈക്ക് അടിച്ചാൽ